السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. പ്രിയമുള്ളവരെ, നാം സൂറത്ത് ഖുറൈശിലെ അവസാന ഭാഗത്താണ് എത്തി നിൽക്കുന്നത്. ഈ സൂറയുടെ മൊത്തം ആശയം നാം ഉൾക്കൊണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് നാലാമത്തെ ആയത്ത് പരിചയപ്പെടാം. فَلْيَعْبُدُوا رَبَّ هَذَا الْبَيْتِ الَّذِي أَطْعَمَهُم مِّن جُوعٍ وَآمَنَهُم مِّن خَوْفٍ. പരസ്പരം ബന്ധമുള്ളതാണ് 3-4 ആയത്തുകൾ. അല്ലദി, അവൻ, ആര്? നേരത്തെ പറഞ്ഞ റബ്ബ ഹാദൽ ബൈത്തുണ്ടല്ലോ, ഈ ഭവനത്തിന്റെ നാഥൻ. അല്ലദി, അവൻ. അങ്ങനെയാണല്ലോ അല്ലദി പൊതുവെ ഉപയോഗിക്കുന്നത്. നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തെ ഒന്നുകൂടി വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് സൂറത്തുൽ ഫാത്തിഹയിൽ സിറാത്ത് അല്ലദീന അൻഅംത അലൈഹിം എന്ന പോലെ. അപ്പോ അല്ലദി, ആരോ അവൻ, അല്ലാഹു. ആരാണ്? ഈ കഅബാലയത്തിന്റെ നാഥനായ അല്ലാഹു ഖുറൈശികൾക്ക് ചെയ്തു കൊടുത്ത മറ്റു ചില അനുഗ്രഹങ്ങൾ കൂടി എടുത്തു പറയാണ്. അല്ലദി, അവൻ, അത്അമ, ഭക്ഷിപ്പിച്ചു. നേരത്തെ എവിടെയിരുന്ന വാക്ക് പരിചയപ്പെട്ടത്? അത്അമയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വാക്ക്? സൂറത്തുൽ മാഊൻ അല്ലെ? സൂറത്തുൽ മാഊൻ എന്തായിരുന്നു ആയത്ത്? വലാ യഹുല്ലു അലാ ത്വആമിൽ മിസ്കീൻ. ത്വആം, ഭക്ഷണം. ത്വആം, ഭക്ഷണം. അപ്പൊ ഇവിടെ അതിന്റെ മറ്റൊരു രൂപമാണ് അത്അമ, ക്രിയാരൂപമാണ്. അത്അമ, ഭക്ഷിപ്പിച്ചു എന്നാണ്. മറ്റൊരാളെ ഭക്ഷിപ്പിച്ചു എന്നാണ് അത്അമ എന്ന വാക്കിന്റെ അർത്ഥം. അതിന് മുളാരി യുത്ഇമു, അത്അമ യുത്ഇമു. ഇത്ആം എന്ന് പറയും, ഭക്ഷിപ്പിക്കൽ. ഇത്ആം, ഇത്ആമുൽ മിസ്കീൻ, അഗതിയെ ഭക്ഷിപ്പിക്കൽ. അപ്പൊ അല്ലദീ അത്അമ, ഭക്ഷിപ്പിച്ചവനായ. ആരെ? ഹും, അവരെ, ഇതേ ഖുറൈശികളെ ഭക്ഷിപ്പിച്ചവനായ. മിൻ ജൂഅ്, മിൻ ഇൽ നിന്ന്, ജൂഅ് വിശപ്പ്, ജൂഅ് വിശപ്പ്, വിശപ്പിൽ നിന്ന് ഭക്ഷിപ്പിച്ചവനായ. അല്ലദീ അത്അമഹും, അവരെ ഭക്ഷിപ്പിച്ചവനായ. മിൻ ജൂഅ്, വിശപ്പിൽ നിന്ന് ഭക്ഷിപ്പിച്ചവനായ. വിശപ്പിൽ നിന്ന് ഭക്ഷിപ്പിച്ചവനായ എന്നൊരു ശൈലി മലയാളത്തിൽ അത്ര സുഖകരമല്ല. എന്നാൽ വിശപ്പിന് പകരം ഭക്ഷണം നൽകിയ എന്ന് പറയാം. വിശപ്പിൽ നിന്ന് സുഭിക്ഷത നൽകിയ എന്ന് പറയാം. അപ്പൊ അങ്ങനെ നല്ലൊരു പദം നമുക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റും. അല്ലദീ അത്അമഹും മിൻ ജൂഅ്, വിശപ്പിന് പകരം അവർക്ക് സുഭിക്ഷത നൽകിയവനായ നാഥൻ. അപ്പൊ ഇവിടെ അള്ളാഹുവിലെ റബ്ബിനെ അള്ളാഹു വീണ്ടും വിശദീകരിക്കാൻ. നേരത്തെ നാം മനസ്സിലാക്കിയിട്ടുണ്ട്, അള്ളാഹു സ്വയം പരിചയപ്പെടുത്തുമ്പോൾ അവനിൽ റബ്ബ് എന്ന ഗുണത്തെ കൂടുതലായിട്ട് എടുത്തു പറയാറുണ്ട്. തൗഹീദുർ റുബൂബിയ്യ എന്ന് പറയില്ലേ? അള്ളാഹുവിന്റെ ഏകത്വത്തെ വ്യത്യസ്ത തലങ്ങളിൽ വ്യാഖ്യാനിക്കാറുണ്ട്. അതിലൊന്നാണ് തൗഹീദുർ റുബൂബിയ്യ. അവൻ നൽകുന്ന സുരക്ഷിതത്വം, അള്ളാഹു മനുഷ്യർക്കും സൃഷ്ടിജാലങ്ങൾക്കും ഒക്കെ നൽകുന്ന സംരക്ഷണമുണ്ടല്ലോ, ആ സംരക്ഷണത്തിന്റെ പരമാധികാരം അവനാണ്. അതിന്റെ ഏകത്വം അവനിൽ മാത്രം നിക്ഷിപ്തമായിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നൊക്കെ നമ്മൾ പറയുന്ന ആ വാക്കുകളുമായി ബന്ധപ്പെട്ടാണ് റുബൂബിയത്ത്. അള്ളാഹുവിന്റെ സംരക്ഷണ വലയത്തിന് കീഴിലാണ് നമ്മൾ എപ്പോഴും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ നിലക്ക് അള്ളാഹു മനുഷ്യർക്ക് നൽകിയ, മറ്റെല്ലാ ജീവജാലങ്ങൾക്കും ഒരുപോലെ നൽകിയ സവിശേഷമായ ഒരു അനുഗ്രഹമാണ് സുഭിക്ഷത എന്ന് പറയുന്നത്. അല്ലദീ അത്അമഹും, അവരെ ഭക്ഷിപ്പിച്ചവനായ. മിൻ ജൂഅ്, വിശപ്പിൽ നിന്നും. പിന്നെ അടുത്ത വാക്ക് ആമന. ആമന നേരത്തെ നമ്മൾ പഠിച്ച വാക്കാണ്. എന്തായിരുന്നു ആമന? ആമനയുടെ അർത്ഥം വിശ്വസിച്ചു എന്നാണ്. വിശ്വസിച്ചു അല്ലെ? സൂറത്തുൽ അസ്റിൽ ആമന വരുന്നുണ്ട്. ആമന, വിശ്വസിച്ചു എന്ന അർത്ഥത്തില്. എന്നാൽ ആമനയ്ക്ക് വേറൊരു അർത്ഥമാണ് നിർഭയത്വം നൽകി എന്നത്. രണ്ടും പരസ്പര ബന്ധമുള്ളതാണ്. എനിക്ക് അയാളെ വിശ്വാസമാണ് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഞാൻ അയാളിൽ നിന്ന് സുരക്ഷിതനാണ്, അയാളെ കുറിച്ച് എനിക്ക് ഒരു പേടിയില്ല, ഞാൻ പൂർണ്ണമായും അയാൾ പറയുന്ന വാക്ക് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ അയാൾ എന്നെ വഞ്ചിക്കും എന്ന് ഞാൻ ഭയപ്പെടുന്നില്ല. അപ്പൊ അമ്ന്,
അമാൻ, അമാനത്ത്, അമീൻ തുടങ്ങിയ വാക്കുകളൊക്കെ പരസ്പര ബന്ധുക്കളാണ്. അമീൻ വിശ്വസ്തൻ, അമ്ന് നിർഭയത്വം, ആമിന നിർഭയ, ഇങ്ങനെ രണ്ടും പരസ്പര ബന്ധുക്കളാണ്. വിശ്വാസവും നിർഭയത്വവും പരസ്പര ബന്ധുക്കളാണ്. അപ്പൊ ഇവിടെ അർത്ഥം, ആമനയ്ക്ക് ഇവിടെ അർത്ഥം നിർഭയത്വം നൽകി എന്നുള്ളതാണ്. ആമന, അവൻ നിർഭയത്വം നൽകിയിരിക്കുന്നു. ആമനഹും, അവർക്ക് അവൻ നിർഭയത്വം നൽകിയിരിക്കുന്നു. മിൻ ഖൗഫ്, ഖൗഫ് ഭയം, ഭയത്തിൽ നിന്ന് നിർഭയത്വം നൽകിയിരിക്കുന്നു. ആമനഹും മിൻ ഖൗഫ്, ഭയത്തിൽ നിന്ന് നിർഭയത്വം നൽകുകയും ചെയ്ത, അഥവാ ഭയത്തിന് പകരം നിർഭയത്വം നൽകിയ, വിശപ്പിന് പകരം സുഭിക്ഷത നൽകിയ ആ റബ്ബിന് അവർ ഇബാദത്ത് ചെയ്യട്ടെ എന്നാണ് ഇതിന്റെ ആശയം. ഇത് ഖുറൈശികളോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ പറയുന്നത്. അപ്പൊ ഖുറൈശികൾക്ക് പ്രത്യേകമായി അല്ലാഹു തആല സുഭിക്ഷതയും നിർഭയത്വവും നൽകിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നു. സുരക്ഷിതത്വവും സുഭിക്ഷതയും നൽകിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയുണ്ടല്ലോ, മക്കയുമായി ബന്ധപ്പെട്ട് സൂറത്തുൽ ബഖറ 126 ആയത്തിൽ വഇദ് ഖാല ഇബ്രാഹിമു റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിനൻ വർസുഖ് അഹ്ലഹു മിനസ് സമറാത്ത്. ഇതാണ് പ്രാർത്ഥന. ഇജഅൽ ഹാദാ ബലദൻ ആമിന, നാഥ ഈ നാടിനെ നീ നിർഭയമായ ആമിനായ നാടാക്കണമേ. വർസുഖ് അഹ്ലഹു മിനസ് സമറാത്ത്, ഈ നാട്ടുകാർക്ക് നീ സുഭിക്ഷത നൽകണമേ, കായികനികൾ വിഭവമായിട്ട് നൽകണമേ എന്ന് പറയുന്നുണ്ട്. ആ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുറൈശികൾക്ക് സാക്ഷാത്കരിച്ചു കൊടുത്തു. നമുക്കറിയാം, മക്ക എന്നത് വെറും ഊഷരമായ മരുപ്പറമ്പാണ്. ഒന്നുമില്ല, വെള്ളമില്ല, മനുഷ്യ ജീവജാലങ്ങളില്ല, പച്ചപ്പില്ല, വെറും ഊഷരമായ മരുപ്പറമ്പ്. അവിടെയാണ് പടച്ചതമ്പുരാൻ ഈ അനുഗ്രഹങ്ങളൊക്കെ കൊടുത്തത്. യുജ്ബാ ഇലൈഹി സമറാത്തു കുല്ലി ഷൈ, സകലതരം വിഭവങ്ങളും കായികനികളും അങ്ങോട്ട് വന്നു ചേരുകയാണ്. ഇതാണല്ലോ ഇപ്പോഴും ലോകത്ത് കിട്ടുന്ന എല്ലാ വിഭവങ്ങളും മക്കയിൽ ഒരുമിച്ച് ചേർന്നിരിക്കുന്നു എന്ന് പറയും. ഹജ്ജ് സീസണിലൊക്കെ നമുക്കത് അനുഭവിക്കാൻ കഴിയുന്നതാണ്. അപ്പൊ ഇവിടെ അല്ലദീ അത്അമഹും മിൻ ജൂഅ് വ ആമനഹും മിൻ ഖൗഫ് എന്ന് പറയുമ്പോൾ മക്കയുടെ പശ്ചാത്തലത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ നമുക്കത് കൂടുതൽ ബോധ്യപ്പെടും. ഖുറൈശികൾക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹം, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയുടെ ഉത്തരം മാത്രമല്ല, അന്നത്തെ അറബ് ഗോത്ര സമൂഹത്തിന്റെ ജീവിത ശൈലിയെ കുറിച്ച് കൂടി നാം ഇതോട് ബന്ധിപ്പിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ ഓരോ ഗോത്രവും ഒരു പ്രത്യേക അതിർത്തി നിർണയിച്ചുകൊണ്ടാണ് അവര് ഭൂമിയെ അളന്നെടുത്ത് വീതിച്ചെടുത്ത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരുന്നത്. ഓരോ ഗോത്രത്തിനും അതിർത്തിയുണ്ട്. അപ്പൊ മറ്റൊരു ഗോത്രത്തിന്റെ അതിർത്തിയിലൂടെ ഒരു അന്യഗോത്രക്കാരൻ കടന്നു പോകുമ്പോൾ അയാളിൽ നിന്ന് ടാക്സ് പിരിക്കാനുള്ള അനുവാദമുണ്ട്. അങ്ങനെയായിരുന്നു അവിടുത്തെ നാട്ടു നടപ്പ്. അതല്ലെങ്കിൽ അവരുടെ കച്ചവട സംഘത്തെ കൊള്ള ചെയ്യുവാൻ, ആ കച്ചവട സംഘത്തെ വധിച്ചു കളയുവാൻ ഒക്കെ ചോദ്യം ചെയ്യപ്പെടാൻ കഴിയാത്ത വിധത്തിലുള്ള പരമാധികാരം ഓരോ ഗോത്രത്തിനുണ്ടായിരുന്നു. അത്രമാത്രം അനീതിയും അക്രമവും കൊള്ളയും കൊലയും അവിടെ നടമാറുമായിരുന്നു. എന്നാൽ ഈ ഖുറൈശികളുണ്ടല്ലോ, ഇവരെവിടെയും ആക്രമിക്കപ്പെട്ടില്ല. ഇവരുടെ കച്ചവട യാത്ര എന്നും സുരക്ഷിതമായിട്ട് ചരക്ക് നീക്കങ്ങൾ നടത്തി. അതേപോലെ തന്നെ അവർക്ക് അഭിവൃദ്ധി ഉണ്ടായി. അതുകൊണ്ട് തന്നെ സുഭിക്ഷതയുണ്ടായി. അവര് മറ്റു ഗോത്രങ്ങളുടെ പരിസരത്തുകൂടെ കടന്നു പോകുമ്പോ അവര് പറയുമായിരുന്നു അത്രേ, അനമിൻ ഹറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഹറമിൽ നിന്നുള്ളവനാണ് എന്ന് പറഞ്ഞാൽ അവര് സുരക്ഷിതരായിരുന്നു. അയാളെ ആരും ആക്രമിക്കുമായിരുന്നില്ല. അല്ലെങ്കിൽ ഹറമി എന്ന് പറഞ്ഞാൽ മതി, ഞാൻ വിശുദ്ധമായ ആ പ്രദേശത്ത് നിന്ന് വരുന്നവനാണ്, ആ നാട്ടുകാരനാണെന്ന് പറഞ്ഞാൽ ആരും ആക്രമിക്കില്ല. കാരണം ഖുറൈശികൾ കാലങ്ങളായിട്ട് കഅബാലയത്തിന്റെ പരിപാലകരാണ്, ഹജ്ജിന് നേതൃത്വം നൽകുന്നവരാണ്, ആ സമൂഹത്തില് ആ നിലക്ക് ആദരിക്കപ്പെടുന്നവരാണ്. അപ്പോ ഈ സുഭിക്ഷതയും നിർഭയത്വവും അവർക്ക് ലഭിച്ചത് എന്തുകൊണ്ടാണ്? തീർച്ചയായും കഅബാലയത്തിന്റെ സാന്നിധ്യം കൊണ്ടാണ്. അവർ കഅബയുടെ പരിപാലകരാണ് എന്ന നിലക്ക് അള്ളാഹു അവരെ പരിഗണിച്ചത് കൊണ്ടാണ്. നിർഭയത്വവും സുഭിക്ഷതയും ഏതൊരു നാടിന്റെയും നിലനിൽപ്പിലും വളർച്ചയിലും വികാസത്തിലും ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഘടകമാണ്. ഇന്ന് ലോകം അനുഭവിക്കുന്ന ഏറ്റവും ഗുരുതരമായ വെല്ലുവിളിയും ഈ രണ്ട് ആശയങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അങ്ങനെയല്ലേ? ഇപ്പൊ നമ്മുടെ രാജ്യത്ത്
പറയപ്പെടുന്നുണ്ടല്ലോ, ഈ രാജ്യത്തെ വിഭവങ്ങളുടെ 80% കേവലം 20% വരുന്ന ഇവിടുത്തെ കുത്തക മുതലാളിമാരുടെ കയ്യിലാണ്. 80% വിഭവങ്ങൾ 20% സമ്പന്നരുടെ കയ്യിലാണ്. അപ്പൊ ബാക്കി വരുന്ന മഹാഭൂരിപക്ഷം വരുന്ന 80%-ന് കേവലം 20% വിഭവമേ ഉള്ളൂ. ഇങ്ങനെ പട്ടിണി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതേപോലെ തന്നെ നിർഭയത്വം എന്നത് ഇന്ന് ലോകത്ത് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഒരു ഗുണമാണ്. അതിർത്തി രാജ്യങ്ങൾ പരസ്പരം സംശയത്തോടെ നോക്കിക്കാണുന്ന ഒരു രാജ്യത്തിന്റെ നികുതിപ്പണം ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിന് വേണ്ടിയിട്ട്, ഒരിക്കലും ഉപയോഗിക്കപ്പെടാത്ത ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുവാൻ വേണ്ടിയിട്ട് ദുരുപയോഗപ്പെടുത്തപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അത്രമാത്രം പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ട് ഭയപ്പാടോടുകൂടി കഴിയാണ്. ഇവിടെയാണ് അല്ലാഹു മക്ക എന്ന സുരക്ഷിതമായ നാടിനെ ഒരു മാതൃകാ നഗരമായിട്ട് പരിചയപ്പെടുന്നത്. വമൻ ദഖലഹു കാന ആമിന, അവിടെ പ്രവേശിച്ചവൻ നിർഭയനാണ്. സൂറത്തു ആലി ഇമ്രാനിൽ അല്ലാഹു ആ നാടിനെ അങ്ങനെ വിശേഷിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അരാജകത്വം നടമാടിയിരുന്ന ആ പ്രദേശത്ത് ശാന്തിയും സമാധാനവും സൃഷ്ടിക്കുന്നതിന്റെ ഒരു മുഖ്യ നിമിത്തമായിട്ട് കഅബാലയം മാറുന്നു. കഅബാലയത്തിന്റെ പരിപാലകരായ ഖുറൈശികൾ പിന്നീട് ആ അർത്ഥത്തിലേക്ക് മാറുന്നു എന്നതൊക്കെ അതിന്റെ സവിശേഷതയാണ്. സൂറത്തുൽ കൗസറിൽ നാം പഠിക്കേണ്ടായി, ഇസ്ലാമിന്റെ ബദ്ധവൈരികളായിരുന്ന ഈ ഖുറൈശികൾ പിന്നീട് കുറ്റിയറ്റ് അവരുടെ ഷിർക്കിന്റെ സംസ്കാരവും അത്തരത്തിലുള്ള തെറ്റായ സമീപന രീതികളൊക്കെ അവസാനിച്ച് ആ നാട് തന്നെയും ഇസ്ലാമിന് വഴിപ്പെടുന്ന ഒരു സാഹചര്യം പിന്നീട് അവിടെ രൂപപ്പെട്ടതായിട്ട് നാം മനസ്സിലാക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല ഇവിടെ ഖുറൈശികൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ മുൻനിർത്തി അവരെ അള്ളാഹുലേക്ക് ക്ഷണിക്കാൻ. നമ്മളിത് ഖുറൈശികൾക്ക് അള്ളാഹു നൽകിയത് എന്ന അർത്ഥത്തിൽ മാത്രം അതിനെ സമീപിച്ചാൽ മതിയാവില്ല. ഇനി നാം നമ്മുടെ നാട്ടിലേക്ക് വന്നു നോക്കൂ. നമ്മുടെ കേരളം എത്ര സുന്ദരമാണ്. കാലാവസ്ഥ കൊണ്ട്, അതുപോലെ പരസ്പര സൗഹാർദ്ദം കൊണ്ട്, ഇണക്കം കൊണ്ട് ഒക്കെ ഏറ്റവും കേളികേട്ട നാടല്ലേ. പക്ഷേ ഈ നാട്ടുകാരെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുവാൻ നാം ശ്രമിക്കാറുണ്ടോ എന്നുകൂടി ആലോചിക്കുക. കൈരലയെ, കേരളത്തെ അള്ളാഹു തആല ഇണക്കിയത് എത്ര അത്ഭുതാവഹമായിരിക്കുന്നു. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയുടെ ക്രമീകരണം, അതുപോലെ ജനങ്ങൾക്കിടയിലുള്ള പ്രബുദ്ധത, സാക്ഷരത, അതുപോലെ തന്നെ പരസ്പരം ഐക്യത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യം, ഇതൊക്കെ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്താൻ വേണ്ടി നാം ശ്രമിക്കാറുണ്ടോ ഇല്ലയോ എന്നുകൂടി ആലോചിക്കാം. ഫല്യഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത്, അതിനാൽ ഈ ഭവനത്തിന്റെ നാഥനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യണം എന്ന സന്ദേശവുമായിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങാൻ നമുക്കും സമയമായിരിക്കുന്നു എന്നത് ഈ സൂറയുടെ വളരെ മഹത്തായ ഒരു സന്ദേശമായി നാം സ്വീകരിക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല ഈ വചനങ്ങളുടെ പൊരുൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ വ്യക്തിജീവിതവും കുടുംബജീവിതവും അതുപോലെ സാമൂഹിക നിലപാടുകളും ഇസ്ലാമീകരിക്കുവാൻ അവന്റെ ദീനിന്റെ വാഹകരും പ്രയോക്താക്കളും പ്രചാരകരുമായി മാറുവാൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.